ഹായ് ഓൾ, ദിസ് ഇസ് ആൻ ഈവനിങ് വ്ളോഗ്. ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള വയറൊഴിക്കൽ ചടങ്ങാണ് ഇത്. അതായത് നാളെ നമ്മൾ ആവശ്യത്തിലധികം നോൺ വെജ് കഴിക്കാൻ പോകുന്നതുകൊണ്ട് തന്നെ ഇന്നത്തെ ലഞ്ച് വളരെ ലൈറ്റായിട്ട് ആക്കാമെന്ന് കരുതിയിട്ട് ചോറും ചമ്മന്തി ഓംലെറ്റ് ഒക്കെ ആക്കാനുള്ള പരിപാടിയാണ്. വെളിച്ചെണ്ണയിൽ കടുകും ജീരകവും പൊട്ടിച്ചിട്ട് അതിലേക്ക് അരിഞ്ഞ സവാള ഇട്ട് വഴറ്റി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അമ്മ ചമ്മന്തിക്ക് തിരികെ കൊണ്ടുവരുന്ന തേങ്ങയിൽ നിന്ന് കുറച്ച് തേങ്ങ എടുത്തിട്ട് ചിക്കി എടുത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പയറിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കയ്യിൽ അല്പം വെള്ളം എടുത്തൊന്ന് തളിച്ചിട്ട് അടച്ചു വെച്ചതൊന്ന് വേവിച്ചെടുക്കാം. ചമ്മന്തി അരയ്ക്കാനായിട്ട് തേങ്ങയും കുറച്ച് ചുവന്നുള്ളിയും ഇത്തിരി ഇഞ്ചിയും 2 ഉടന്തൽ മുളകും ഒരു കഷ്ണം പുളിയും കുറച്ച് കറിവേപ്പിലയും ഇത്തിരി ഉപ്പും ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിനെ ഒന്ന് പറ്റ അരച്ച് ചമ്മന്തി ഉണ്ടാക്കാം. നല്ല പച്ച തേങ്ങയിൽ ഉടന്തൽ മുളകിട്ട് അരയ്ക്കുമ്പോൾ ചമ്മന്തിക്കൊരു നല്ല മണമൊക്കെ വരും കേട്ടോ. ക്രിസ്മസ് ആയിട്ട് തൊണ്ടയൊക്കെ പോയിരിക്കുകയാണ്, അതാണ് സൗണ്ടിലൊരു ഡിഫറൻസ്. നമ്മുടെ ക്രിസ്മസിൻ്റെ ലോങ് വീഡിയോ ഒക്കെ നെറ്റോസ് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് 3 മുട്ടയും കൂടെ പൊരിച്ചെടുക്കാം. 3 മുട്ട ഒരുമിച്ചിട്ട് ബീറ്റ് ചെയ്തെങ്കിലും ഞാൻ 2ആയിട്ടേ പൊരിച്ചെടുത്തുള്ളൂ. വിശപ്പിൻ്റെ വിളിയിങ് എത്തിയതുകൊണ്ട് പെട്ടെന്ന് ടപ്പേന്നായിരുന്നു പരിപാടികൾ. മാത്രമല്ല പുറത്ത് അവന്മാർ ക്രിസ്മസ് ട്രീ കുഴിക്കുന്നതിൻ്റെ ബഹളമൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് വീഡിയോ എടുക്കുകയും വേണം. അപ്പോൾ ഇവിടുത്തെ പരിപാടികളൊന്നും ഒതുങ്ങാനായിട്ട് മുട്ട 2ആയിട്ട് കട്ടിക്കങ്ങ് പൊരിച്ചെടുക്കുന്നുണ്ട്. അത് മുരിയുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി മാറ്റി. കൂറ്റൻ ക്രിസ്മസ് ട്രീ കുഴിച്ചിടുന്നത് കാണാനായിട്ട് കുക്കുസാറ് വെളിയിൽ വെയിറ്റിംഗ് ആണ്. അവനായിട്ടുള്ള ചോറും ചമ്മന്തിയും തോരനും തൈരും ഒക്കെ ഒഴിച്ചെടുത്തു. മുട്ട പൊരിച്ചതും വെച്ചു. കുക്കുസാറിനുള്ള ചോറും എടുത്ത് ഞങ്ങളും പുറത്തേക്ക് പോയി. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം.